ജൂലൈ മാസം 1-ാം തീയതി നമ്മൾ മിഴി തുറന്ന് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ടായിരുന്നു. എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം നമ്മൾ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. നമ്മൾ നടത്തിയ 1 വർഷത്തെ മാധ്യമ ഇടപെടലുണ്ട്. നിർഭയമായി നമുക്ക് പോരാടാനുള്ള കരുത്ത് നൽകിയത് നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണ കൂടിയാണ്. അതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതിൻ്റെ 1 വർഷം എങ്ങനെ തോന്നി? അരുൺ, കഴിഞ്ഞ വർഷം ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിരിപ്പ് ഭയങ്കര. കാരണം മോർണിംഗ് സമയത്താണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. വളരെയധികം ടെൻഷനോടുകൂടി നിൽക്കുന്ന സമയമായിരുന്നു. കഴിഞ്ഞ 1 വർഷം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന സമയത്താണ് പോയിട്ടുള്ളത്. കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷമുള്ള സമയമാണ് ഈ കഴിഞ്ഞ 1 വർഷം കടന്നുപോയത്. നമ്മുടെ എഡിറ്റോറിയൽ അംഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ വർഷം കൂടിയായിരുന്നു. നമ്മൾ ഇടതടവില്ലാതെ വാർത്തകൾ കൊടുക്കുകയായിരുന്നു. ഏത് സമയമാണ് വർക്ക് ചെയ്തത് നമുക്ക് തന്നെ അറിയില്ല. രാത്രി 12 മണി വരെ 1 മണി വരെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. വളരെയധികം സന്തോഷം അരുൺ. അതുമാത്രമല്ല, പ്രേഷർ നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഏതൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും ഉയർച്ച എന്ന് പറയുന്നത് പ്രേഷർ ഏറ്റെടുക്കുമ്പോഴാണ്. ആ കാര്യത്തിൽ നമ്മൾ 100% വിജയിച്ചതുള്ളത്. നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്പർ 1 കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട്. എല്ലാ TV ചാനലുകളിൽ വെച്ചിട്ട് നമ്മൾ AR, VR, XR സംവിധാനങ്ങൾ വളരെ മുന്നിലാണ്. നമ്മുടെ എഡിറ്റോറിയൽ അംഗങ്ങൾക്ക് പുറമെ നമ്മുടെ ഡെസ്ക്, നമ്മുടെ ടെക്നിക്കൽ ടീം, നമ്മുടെ ഫീൽഡ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും വളരെ എനർജറ്റിക്കായി വർക്ക് ചെയ്ത വർഷം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ 14 വർഷം എന്ന് പറയുന്നത് റിപ്പോർട്ടർ TVനെ അപേക്ഷിച്ച് 2011 തുടങ്ങി 2024 എത്തി നിൽക്കുമ്പോൾ കുതിപ്പിൻ്റെ വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. ആ കുതിപ്പിൻ്റെ വർഷത്തിൽ നമുക്ക് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയൽ ടീമായിരുന്നു. ഞാൻ അതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. വളരെയധികം സന്തോഷം. റിപ്പോർട്ടർ TV ഈ ഉയർച്ചകളെല്ലാം കൈവരിച്ചത് നമ്മുടെ ടീമിൻ്റെ ബലമാണ്. ആ ടീമിൻ്റെ ബലത്തിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വളരെയധികം സന്തോഷത്തിലും ഹാപ്പിയിലുമാണ് ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. Meet the editors.